റസൂല് ഈ ഹക്കിലേക്ക് തൂവെളിച്ചം കാട്ടി റസൂല് റസൂലേ റസൂലേ ശരഫാമൂലേ ജവാലേ പൊലിവാം ഖൈറേ യാ സയ്യിദി ഹബീബി യാ ഹാഷിമി നസീബി ഈ ആലമാകെ പോരിശയ തീർന്ന റസൂലേ തിരുവചനം ഘോഷിക്കുവാൻ തിരുനന്മകൾ സാക്ഷിക്കുവാൻ തിരുവചനം ഘോഷിക്കുവാൻ തിരുനന്മകൾ സാക്ഷിക്കുവാൻ ശാശ്വത ശാന്തി അയക്കേണമേ ഈ ശിഷ്യരാ ദാസരിങ്ങേ ശാശ്വത ശാന്തി അയക്കേണമേ ഈ ശിഷ്യരാ ദാസരിങ്ങേ ഉണർവിൻ ഫലം ലഭിപ്പാൻ ഞങ്ങൾ വരുന്നു തിരുസവിധേ നാഥ നിന്റെ വൻകൃപകൾ ഞങ്ങൾ കരുതൂ അനുഗ്രഹിക്കൂ മോളെ, നമ്മുടെ കാർഷികോത്സവത്തിന് തുടക്കം കുറിക്കുന്ന ദിവസമാണ്. അന്ന് നമ്മുടെ വയലിലും പറമ്പിലും ഉണ്ടാകുന്ന കാർഷിക വിളകളെല്ലാം ഭഗവാന്റെ മുന്നിൽ കാണിക്കയായി ഒരുക്കി വെക്കും. പിന്നെ നിലവിളക്ക് തിരിതെളിയിച്ച് ഭഗവാനെയും കണി കാണും. ഇതാണ് മോളെ വിഷുക്കണി. അത് നമ്മുടെ കൃഷിയുടെ ഉത്സവമാണ് കാർഷികോത്സവം. ഉണ്ട് മോളെ, അതൊക്കെ അമ്മമ്മ പറഞ്ഞു തരാം കേട്ടോ. അങ്ങോട്ട് നോക്കൂ, ആളുകൾ കൃഷി ഇറക്കാൻ വയലുകൾ വൃത്തിയാക്കുന്നത് കണ്ടോ? ചായയും കടിയും കൊണ്ടുപോകണ്ടല്ലോ കഴിക്കേ. എത്ര നേരമായി മനോര ചായക്ക് ഞാൻ നോക്കി നിൽക്കുന്നത്. ഈ പറഞ്ഞാലും ഞാൻ എത്ര വീട്ടായത്. അത് പിന്നെ ഞാൻ കേട്ടാ നോക്ക് വീട്ടിൽ കുറച്ച് പണിയുണ്ടായിരുന്നു. അതാ ചായയും കടിയും കൊണ്ടുവരാൻ വൈകിയത്. അത് സാരമില്ല കേട്ടാ. ഇത് നാളെ കുറച്ച് ആളുകളോട് പണിക്ക് വരാൻ പറയാം. നമുക്ക് ഈ കട്ടയൊക്കെ ഒന്ന് ഉടച്ച് നേരെ ആക്കണം. രാമ, നമ്മുടെ പണി ഇന്ന് തീരില്ലേ? അപ്പൊ നാളെ ആൾക്കാർ വന്നോട്ടല്ലേ? ആയിക്കോട്ടെ രാമേട്ടാ, ഞാൻ നാളെ കല്യാണിയെയും കുഞ്ഞാണിയെല്ലാം കൊണ്ടുവരാം. പിന്നെ ഞാനും വരാം. ഈ കട്ട കൊടുത്തു കഴിഞ്ഞാലേ അടുത്ത പണി പെട്ടെന്ന് വരാൻ പറയും. ഞാനും കൂടാ. ചൂടുണ്ടാ? ചൂടുണ്ട്. മധുരമുണ്ടോ? നമ്മുടെ
എനിക്ക് വലിയ വട്ടായ കല്യാണി. പിള്ളേർക്ക് കോട്ട് സൂട്ട് വിട്ട് മയങ്ങി നടക്കാനല്ലേ പറ്റൂ. കുട്ടികളെ ഒരു മൊബൈൽ എത്ര വെട്ടിയിരിക്കാൻ അതങ്ങനെ നോക്കിയില്ലാതെ ഇവർക്ക് ഈ പണിയൊന്നും ചെയ്യാൻ പറ്റില്ല. നോക്കാലോ ഇത് എത്ര കാലം വരെ പോകുന്നത്, എവിടെ വരെ എത്തും നമുക്കറിയാം. എന്നാ പിന്നെ വായിലോട്ട് അന്നം പോയത് തന്നെ. നിങ്ങൾ പണി ശ്രദ്ധിക്കേട്ടോ. പെട്ടെന്ന് പണി തീർക്കണം കേട്ടോ. എന്താണ് പറയേണ്ടത്? നമുക്ക് കട്ടൊക്കെ ഏകദേശം പിടിച്ചു നിർത്തില്ലേ? ഇനി നമുക്ക് വിത്തിടാൻ വരാം. ഇന്ന് പോവാം. നീ പെണ്ണുങ്ങളൊക്കെ വിളിക്കേ, നമുക്ക് വിത്തിടാം. ഞാനൊന്ന് വൃത്തിയാക്കാം, എന്നാലെല്ലാം ഒന്ന് വിത്ത് കളിക്കാൻ പറ്റും. ഞാൻ വേണ്ട, നിങ്ങളും കൂടെ ഒന്ന് നോക്ക്. എന്നാലേ വെയില് മൂക്കുന്നതിന് മുമ്പ് ശരിയാണ്. വായിക്കാതെ നിർത്തിയിട്ട് നീ കൂടെ മനസ്സിലാക്കി. എന്താ ആയിക്കോട്ടെ. ഇതാര് അമിന തന്നെയാ? നിങ്ങൾ എവിടെയാ പോകുന്നത്? എന്തെങ്കിലും കഞ്ഞി വെക്കാൻ എന്താ അരിയല്ലേ വേണ്ടു? അല്ല കൊറേട്ടാ, ഇത് നമ്മുടെ ചായ വരുമോ? നിനക്ക് എപ്പം നോക്കിയാലും തിന്നേണ്ട വിചാരം മാത്രമേ ഉള്ളൂ അല്ലേ? ഞാനൊന്ന് പറഞ്ഞോളൂ കൊറേട്ടാ. എന്നാ പിന്നെ വാ, നമുക്ക് വീട്ടിൽ പോയി ചായ പിടിച്ചത്. കൊറേട്ടാ, ഒരു പേരും ചായ കുടിച്ചില്ലേ? കൊറേട്ടാ, ചായ കുടിയെ കഴിഞ്ഞില്ലേ? ഇനി നമുക്ക് വിത്തിറങ്ങാം അല്ലേ? ഇപ്പോഴാണോ കൊണ്ടുവരുന്നത്? ഞങ്ങൾ ആ സാമിന്റെ കടയിൽ പോയി ചായ കുടിച്ചു. അല്ലപ്പ നിങ്ങൾ കഴിച്ചാ? അത് നീ തന്നെ കുടിച്ചോ? അല്ല, ഞാനെന്താ കഷ്ടപ്പെട്ട് കൊണ്ടുപോകുന്നത്? ഇതുവരെ പണിയുണ്ടായിരുന്നല്ലോ. ആ പണിയായി പണിയായി. ചെമ്മീനുണ്ട്, വാങ്ങിക്കോ. അല്ല, ഇതാരും മമ്മതാ. നിന്റെ വീടല്ലേ ഇപ്പൊ പീടിയിലെന്ന് പറഞ്ഞിട്ട് പോയത്? വീട്ടിൽ പണിക്കാരുണ്ടെന്നല്ലേ പറഞ്ഞേ? ഓ കതഞ്ഞ പണി കൊറാട്ടാ. എത്ര സാധനം ഉണ്ടായാലും മതിയാവില്ല. പിന്നെയും സാധനമാണ്. അലാക്കിന്റെ അവരും കഞ്ഞിയും. മമ്മതേ, നീ പോകുന്ന വഴിക്ക് എന്റെ വീട്ടിലൊരു 100 പേര് അയില കൊടുക്കണം. പൈസ പിന്നെ എടുക്കാം കേട്ടോ. അതൊന്നും പറ്റൂല കൊറാട്ടാ. പണം വെക്കാൻ വേണം. നമ്മടുത്തെ കടപ്പത്തിലില്ല. ഇന്ന് റക്കം നാളെ കടം എന്നല്ലേ പറയല്. എന്നാലും നമ്മുടെ കോരാട്ടിനെ എനിക്ക് വിശ്വാസം. ഞാൻ ആടെ കൊടുത്തേക്കാക്ക. നീ അത് ഇളക്കാണ്ട് പോടാ മോനെ. പൊണ്ണുന്ന വിലയാണല്ലോ. ഇല്ലപ്പാ, ഒരുവിധം കൊള്ളാവുന്ന വിലയേ ഉള്ളൂ. അത് ബന്ധം വേണം. എനിക്കൊന്നും വേണ്ടപ്പാ. ഞാനിപ്പം കാര്യമല്ല ദൂരത്തിലാണ്. നമുക്ക് വിത്തിടാൻ വരാം. ഇന്ന് പോവാം.
പെണ്ണുങ്ങളെയൊക്കെ ഒന്ന് വിളിക്കും. നമുക്ക് ഞാറൊക്കെ ഒന്ന് കുറച്ച് നടണം. ഇപ്പൊ നല്ല കാച്ചാണ്, മഴയൊന്നുമില്ല. പോരേട്ടാ, ഞാൻ അവരോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അവരോട് വരും. അല്ലപ്പാ അവർ ഇതുവരെ വന്നില്ലേ? അവരോട് ഞാൻ വരാൻ പറഞ്ഞതാ. പോരേട്ടാ, അവര് തേങ്ങ പിടിച്ച് വരുന്നതിനൊക്കെ ഒരു നേരം. ആ കട്ടേനെ ഓ വന്നോ? എന്നാ വാ, നമുക്ക് തുടങ്ങാം. ഞാനിപ്പോഴത്തെ വയലൊന്ന് നേരെയാക്കട്ടെ. നിങ്ങൾ ഞാറൊക്കെ ഒന്ന് പറിച്ചു കൊടുക്കും കേട്ടാ. നമുക്ക് വീട്ടിലെല്ലാ കാര്യങ്ങളും ഉണ്ടാക്കിയിട്ട് വേണ്ടേ വരാൻ. അതൊക്കെ പാട്ടെ കുറ്റം പറഞ്ഞിട്ട് പറഞ്ഞതാണ്. പെട്ടെന്ന് ജോലി എടുക്കാം കേട്ടോ. പോരേട്ടാ, ഇത് എത്ര എണ്ണം ഉണ്ടാക്കണം? എത്ര കെട്ടാണെന്ന് എനിക്കറിയില്ലേ, ഞാൻ പറഞ്ഞു തരണോ? നിന്റെ ഇഷ്ടം പോലെ നോക്കിയാ കേട്ടാ. ശരി, നിങ്ങൾ